ഹായ് അമിഗോസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പഴയ ട്യൂബ് സെറ്റ് മാറ്റി ഒരു പുതിയ LED ട്യൂബ് സെറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇലക്ട്രീഷ്യൻ അല്ലാത്തവർക്കും ഈ വീഡിയോ നോക്കി ഒരു LED ട്യൂബ് സെറ്റ് വളരെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഒരു LED ട്യൂബ് സെറ്റ് സാധാരണ ട്യൂബ് സെറ്റ് പോരെ എന്ന്. LED ട്യൂബ് സെറ്റ് നിങ്ങളുടെ കറണ്ട് ബില്ല് കുറയ്ക്കുന്നു, കൂടാതെ ഇക്കോ ഫ്രണ്ട്ലിയുമാണ്. ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു LED ട്യൂബ് സെറ്റാണ്. ഇതിന് മാർക്കറ്റിൽ ഏകദേശം 190 മുതൽ 240 വരെയാണ് വില. നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിയത് ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ LED ട്യൂബ് സെറ്റാണ്. ഇതിന് ഏകദേശം 200 റുപ്യ 220 റുപ്യ ആ റേഞ്ചിലാണ് വില. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനീൻ്റെ ട്യൂബ് സെറ്റ് തന്നെ വാങ്ങാം. അടുത്തതായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്, പിന്നെ ഒരു ടെസ്റ്ററും ഒരു കട്ടിംഗ് പ്ലെയറും പിന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പുമാണ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു പഴയ ട്യൂബ് സെറ്റാണ്. ഇതിൻ്റെ സ്ഥാനത്താണ് ഞങ്ങൾ പുതിയ LED ട്യൂബ് സെറ്റ് വെക്കാൻ പോകുന്നത്. അതിനായി ഞങ്ങൾ ആദ്യം ഇതിൻ്റെ 2 സ്ക്രൂവും അയക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. കണ്ടില്ലേ, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പല്ലിമുട്ടകളുണ്ട്. ഒരു പതിറ്റാണ്ടിലേറെയായി ഈ ട്യൂബ് സെറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട്. ഞങ്ങൾ ആ മുട്ടകളൊക്കെ പോക്കി അവിടെ വൃത്തിയാക്കുകയാണ്. ഇത് തന്നെ ആയിരിക്കും മിക്ക വീടുകളിലെയും അവസ്ഥ. അങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കിയ ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെയുള്ള വാൾ പ്ലഗിലേക്ക് ട്യൂബ് സെറ്റിൻ്റെ കൂടെ കിട്ടിയ ക്ലാമ്പ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സ്ക്രൂ ചെയ്യുക. ഇതുപോലെ രണ്ടാമത്തെ വാൾ പ്ലഗിലും ക്ലാമ്പ് സ്ക്രൂ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഫോളോ ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ട്യൂബ് സെറ്റിൻ്റെ വൈറ്റ് സ്ലീവ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അകത്തുള്ള വയറിന് പരിക്ക് പറ്റാതെയായിരിക്കണം സ്ലീവ് റിമൂവ് ചെയ്യേണ്ടത്. കാരണം അകത്തുള്ളത് വളരെ തിന്നായിട്ടുള്ള വയേഴ്സാണ്. അതിനുശേഷം 2 വയറിൻ്റെയും ഇൻസുലേഷൻ റിമൂവ് ചെയ്യുക. ശേഷം ലൈനിൽ കറണ്ട് ഉണ്ടോ എന്ന് ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ ലൈൻ ഓഫ് ചെയ്യുക. ടെസ്റ്ററിലെ ഈ ലൈറ്റ് കറണ്ട് ഉണ്ട് എന്ന സൂചനയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. എപ്പോഴും നമ്മൾ വയറിംഗ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. ശേഷം ട്യൂബ് സെറ്റിൻ്റെ വയർ വീട്ടിലെ വയറുമായി വീഡിയോയിലെ പോലെ പിരിച്ച് യോജിപ്പിക്കുക. അവസാനം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഫൈനലായി ഒന്നുകൂടി ടൈറ്റ് ചെയ്യുക. ശേഷം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വയറിൻ്റെ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്യുക. ശേഷം വയറും തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാനായി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇൻസുലേഷൻ ചെയ്യുക. ശേഷം നമ്മുടെ ട്യൂബ് സെറ്റ് വീഡിയോയിലെ പോലെ ക്ലാമ്പിലേക്ക് ഫിറ്റ് ചെയ്യുക. ശേഷം ഈ വയറൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. പഴയ വുഡൻ കോംബോക്സ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കവർ ദ്രവിച്ചു പോയതുകൊണ്ട് ഇവിടെ മൂടാൻ കഴിയാത്തത്. ഇത് വേണമെങ്കിൽ സീലിംഗ് റോസ് പ്ലേറ്റ് ഉപയോഗിച്ച് നീറ്റാക്കി ചെയ്യാം. പിന്നെ ഇത് പഴയ വീടായതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ മതിയെന്ന് ഓണർ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ ഗായ്സ്.